ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേ ആണ് കേട്ടോ അസർബൈജാനിലുള്ള. അപ്പോൾ ഇന്ന് നമ്മളെവിടെയൊക്കെ പോകുന്നു എന്നാണ് ഞാൻ ഇന്നത്തെ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇതാ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ ഓൾറെഡി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ 8 മണിയാണ് നമ്മളെ ഗൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ടൈം. അപ്പോൾ ആ ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങണം. അപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോകുന്നത് നമ്മളെ ഫസ്റ്റ് സ്പോട്ടിലോട്ടാണ്. അതെവിടെയാണെന്നൊക്കെ ഞാൻ കാറ് കയറിയതിന് ശേഷം പറഞ്ഞു തരാം. എവിടെയാണെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് സ്ഥലങ്ങളൊക്കെ, പക്ഷേ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എന്തായാലും കാറ് കയറിയിട്ട് ഞാൻ 1 by 1 ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഷൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് എനിക്ക് ഫുള്ളായിട്ട് അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റാറില്ല കേട്ടോ. കാരണം ഭയങ്കര റഷും ക്രൗഡും, പിന്നെ ഞാൻ ചില സമയത്ത് മറന്നു പോകും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ മാക്സിമം കാണിക്കാൻ പറ്റുന്ന വീഡിയോസൊക്കെ കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ ഈ ഹോട്ടലിലെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഫുഡായിരുന്നു കേട്ടോ. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ഇന്നത്തെ ഫുഡ്. അതുകൊണ്ടാണ് ഞാൻ ആ ഫുഡിൻ്റെ വീഡിയോ കാണിക്കാണ്ടിരുന്നത്. പക്ഷേ കുഴപ്പമില്ല, ഞാൻ ആ ഫുഡിൻ്റെ ഷോർട്ട്സ് ആയിട്ടിടാം എന്തൊക്കെ ഉണ്ടായിരുന്നു ഫുഡെന്നൊക്കെ. എനിക്ക് ഭയങ്കര ആവറേജ് ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കോഫിയൊക്കെ ഭയങ്കര ഒരു അവസ്ഥയായിരുന്നു കോഫിയൊക്കെ. അതുകൊണ്ട് ഞാൻ ഷോർട്ട്സ് ആയിട്ടാണ് വീഡിയോ ഇടാം കേട്ടോ. അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാത്തത്. ഇന്ന് നമുക്കൊരു ലോങ് ആയിട്ടുള്ള ട്രിപ്പാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ പോകുന്നത് മോസ്കിലേക്കാണ്. പോകുന്ന വഴിയാണെങ്കിൽ ഞങ്ങൾ ഒമാനിൽ പോയ ഓർമ്മകളാണ് കേട്ടോ ഞങ്ങൾക്ക് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. കാരണം ഫുൾ മരുഭൂമിയായിരുന്നു ഒരു സ്ഥലം വരെ. അതിന് ശേഷം ഫുൾ ഇതേപോലെ പച്ചപ്പായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ കുറേ ഭാഗമൊക്കെ ശരിക്കും ഡെസേർട്ട് പോലെ തന്നെ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് അങ്ങനെ ഫുഡൊന്നും വലുതായിട്ട് കിട്ടില്ല എന്ന് ഞങ്ങളുടെ അടുത്ത് ഗൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് കുറച്ച് ഫുഡൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ലുലു ഒക്കെ പോലെയാണ്. നമുക്കിവിടെ കുറേ ഫുഡ് ഐറ്റംസും കൂടി അവൈലബിൾ ആണ്. നമുക്കത് വാങ്ങിച്ചിട്ട് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ ഫുഡൊക്കെ ഇങ്ങനെ കുറച്ച് കണ്ടിട്ട് മേടിക്കുന്നതാണ് സുഖം തോന്നിയിട്ടുണ്ട്. അതായത് നമ്മൾ ഡിസ്പ്ലേയിലൊക്കെ ഫുഡ് കണ്ടിട്ട് മേടിക്കില്ലേ, അതാണ് കുറച്ചും കൂടി സുഖം കേട്ടോ. അല്ലാണ്ട് നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവില്ല എന്തൊക്കെ സാധനങ്ങളാണ്. കാരണം ഇവിടുത്തെ പേര് നമുക്ക് ഒട്ടും ഫെമിലിയർ അല്ലാത്തതുകൊണ്ട് ഇങ്ങനെ നോക്കി മേടിക്കുമ്പോൾ കാണാൻ കുറച്ച് ഭംഗിയുള്ളതെങ്കിൽ നമുക്ക് നോക്കി മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ചധികം സാധനങ്ങളൊക്കെ ഇവിടുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം പാക്ക് ചെയ്തു. ഇനി നമുക്ക് കാറിലിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഫസ്റ്റ് ഇനി നമ്മൾ പോകുന്നത് മോസ്കിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കയറുന്നതിന് മുന്നേ നമ്മൾ ഷോളൊക്കെ ഇട്ടിട്ട് വേണം കയറാൻ വേണ്ടി. നമ്മൾ മോസ്കിലാണല്ലോ വന്നത്. അപ്പോൾ അതുകൊണ്ട് ഷോൾ ഇട്ടിട്ട് വേണം കയറാൻ വേണ്ടി. ആ ഷോൾ നമുക്ക് ഇവിടെ തന്നെ കിട്ടും. 743 കൊല്ലം മുന്നേ ഉണ്ടാക്കിയിട്ടുള്ള മോസ്കാണ് കേട്ടോ ഇത്. ആൻഡ് ഇത് 2013 റിനോവേറ്റ് ചെയ്തു. അതാണ് 2013 എഴുതിയിട്ടുള്ളത്. കണ്ടാൽ തന്നെ അറിയാം നല്ല പഴക്കമുണ്ട്. കാരണം ഒരു ഭയങ്കര ഒരു ഓൾഡ് ബിൽഡിംഗ് പോലെ ഉണ്ട്. പക്ഷെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്. ഫസ്റ്റ് നമ്മൾ അവിടെ പോയി അവിടുന്ന് നമ്മൾ ആ ഒരു സ്ഥലത്ത് നമുക്ക് ഷോൾ കിട്ടും. എന്നിട്ട് ഷോൾ മേടിച്ചിട്ടിട്ട് നമ്മൾ നമ്മളുടെ ഡെസ്റ്റിനേഷനിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മോസ്കിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ നല്ല ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുള്ളതുകൊണ്ട് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ. ഒരു ഷൂറാക്ക് ഉണ്ടാവും കയറുന്നതിൻ്റെ മുന്നേ. അവിടെ നമ്മൾ ഫസ്റ്റ് ചെരുപ്പൊക്കെ ഊരി വെക്കണം കേട്ടോ. എന്നിട്ട് ഉള്ളിലേക്ക് കയറണം. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് പേര് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. കുറേ നേരം നമുക്ക് അവിടെ ഇങ്ങനെ ഇരിക്കാൻ തന്നെ തോന്നും. അത്രയും നല്ല പീസ്ഫുള്ളായിട്ടുള്ള അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം നല്ല പഴക്കമുള്ളൊരു ചർച്ചാണ് ഞാൻ പറഞ്ഞ പോലെ. അവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഷോൾ എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ചു കൊണ്ടുവയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ ഷോൾ കിട്ടിയ സ്ഥലത്ത് തന്നെ തിരിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ്. വെയിലുണ്ടെങ്കിൽ കൂടിയിട്ട് അന്നലെ പറഞ്ഞ പോലെ ചെറിയ കാറ്റുണ്ട്. ആ കാറ്റിനൊരു തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാത്തത് അതുകൊണ്ടാണ്. എന്നാലും അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്. ഇന്നലെ രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഇവർ പറയുന്നത് ശരിക്കും ഒരു 3 വീക്സും കൂടി കഴിഞ്ഞാലാണ് പ്രോപ്പർ സമ്മർ ആവുന്നത്. അപ്പോൾ കുറച്ചും കൂടി ചൂടുണ്ടാവുന്നതാണ് കേട്ടോ പറയുന്നത്. ഇപ്പം പ്രോപ്പർ സമ്മർ ആയിട്ടില്ല. അതുകൊണ്ടാണ് അധികം ഭയങ്കരമായിട്ടുള്ള ചൂടില്ലാത്ത, എന്നാൽ ചൂടുണ്ടായിരുന്നു. നമ്മുടെ ദുബായിയുടെ അത്ര ചൂടൊന്നും ഉണ്ടായിരുന്നു ഇവിടെ ഇല്ല. പോകുന്ന വഴിയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ഫുള്ള് ട്രീസും അതിൻ്റെ നടുക്ക് കൂടി റോഡൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ സിറ്റിയിൽ കാണേണ്ട നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു കേട്ടോ അവിടെ എത്തിയപ്പോഴത്തേക്കും. നമ്മൾ ചെറിയ സ്റ്റോപ്പ് എടുത്തിരിക്കുകയാണ് നമുക്ക് വാഷ്റൂമിൽ പോകാൻ വേണ്ടിയിട്ട്. ഇനി ഒരു 2 hours ഉണ്ട് നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക്. അപ്പോൾ നമുക്കിവിടെ ചെറിയൊരു വാഷ്റൂം സെറ്റപ്പ് ഉണ്ട്. വളരെ ചെറിയൊരു സെറ്റപ്പാണ്. എന്തായാലും പോയിട്ട് വരാം. ഓക്കെ, കാർ ഇത് അവിടെ നിർത്തിയിട്ടുണ്ട്. ഈ റോഡ് എന്ന് പറഞ്ഞാൽ ഫുള്ള് 2 സൈഡിലും ചെടികളൊക്കെ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള റോഡാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പം ഡോർ ഇസ് ലോക്ക്ഡ്. നമുക്കെന്തെങ്കിലും പോകാൻ പറ്റില്ല. തിരിച്ച് നടക്കാം.
ഈ പ്രാവശ്യത്തെ ട്രിപ്പിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുണ്ടായിരുന്ന സാധനമാണ് കേട്ടോ ലേസ്. പിന്നെ കുറേ നേരം ട്രാവൽ ഉള്ളതുകൊണ്ട് തന്നെ അയറൊക്കെ നല്ല ഉറക്കത്തിലാണ്. ലേസ് കഴിച്ചുകൊണ്ട് പോകാൻ വേണ്ടി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് നമ്മളിതാ നേരെ ലാവൻഡർ ഗാർഡനിലേക്കാണ് കേട്ടോ പോണത്. റോഡൊക്കെ വളരെ മോശമായിട്ടുള്ള റോഡായിരുന്നു കേട്ടോ, വളരെ ചെറിയൊരു റോഡായിരുന്നു. ഈ ഒരു മാസം മാത്രമാണ് ഇവിടെ ഈ ഒരു ലാവൻഡർ പൂക്കൾ വിരിയുന്നത് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. ടിക്കറ്റൊക്കെ എടുത്ത് നമ്മളുള്ളിലേക്ക് കയറി. നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. രണ്ട് സൈഡിലും ചെടികളൊക്കെ ആയിട്ട് നന്നായിട്ട് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ ലാവൻഡറിൻ്റെ ബണ്ടിൽസ് നമ്മളെ കയ്യിൽ തരും കേട്ടോ. എനിക്ക് തോന്നുന്നത് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവർ നമുക്ക് കയറി വരുമ്പോൾ തന്നെ തരുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുള്ള സ്പോട്ടുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നമുക്ക് കുറേ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാം ലാവൻഡർ ഫ്ലേവറിലുള്ള സംഭവങ്ങളാണ്. ലൈക്ക് നമ്മളെ ബോഡി ക്രീം ഉണ്ടായിരുന്നു, പിന്നെ ഓയിൽ ഉണ്ടായിരുന്നു, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൽ ബെസ്റ്റ് ആയിട്ടുള്ള മിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിലൊരു ബോഡി ഓയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല സ്മെല്ലായിരുന്നു, നല്ല ഒറിജിനൽ ലാവൻഡർ സ്മെല്ലൊക്കെ ഉള്ളത്. ഒറിജിനലാണെന്നാണ് പറയുന്നത്, നമുക്കറിയില്ല. എന്തായാലും ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നിർത്തിയത്. ഞങ്ങളതിൻ്റെ അടുത്ത് തന്നെ ഒരു ലേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ലേക്കിൻ്റെ സൈഡിൽ തന്നെ നമ്മൾ നിർത്തി ഫുഡൊക്കെ കഴിച്ചു. കുറേ ഫുഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ പ്രാവശ്യം മേടിച്ചതിൽ എനിക്കെല്ലാം തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു. എല്ലാത്തിൻ്റെയും കൂടെ റൈസ് ഇവിടെ ഫ്രീ ആണ് കേട്ടോ. അതുകൊണ്ട് വലിയ കാര്യമായി. കാരണം നമുക്ക് റൈസ് എങ്കിലും കഴിച്ച് നമുക്ക് വയറ് നിറയ്ക്കാം എന്നുള്ളൊരു മൈൻഡായിരുന്നു ഞങ്ങൾക്ക്. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ടാണ് ഞങ്ങൾ പോണത്. ഇത് വന്നിട്ടൊരു മൗണ്ടെയിൻ്റെ മുകളിലാണ്. അവിടെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള സ്ഥലത്തോട്ട് പോവാണ്. നമ്മൾ കേബിൾ കാറിലേക്കാണ് കേട്ടോ പോണത്. ഏകദേശം 3:45 നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് ഇന്നത്തെ ദിവസത്തെ. അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ച് റൂമിലേക്ക് പോകും. അങ്ങനെ നമ്മൾ കേബിൾ കാറിൽ കയറി. കേബിൾ കാർ എക്സ്പീരിയൻസ് സോ ഗുഡ്, പറയാണ്ടിരിക്കാൻ വയ്യ. നല്ല അടിപൊളിയായിട്ടുള്ള കേബിൾ കാറായിരുന്നു. പിന്നെ അത് മാത്രമല്ല, വ്യൂവും കൂടി നമ്മൾ നോക്കണമല്ലോ. വ്യൂ വാസ് എക്സലൻറ്റ് വ്യൂ. കാരണം താഴത്ത് നോക്കിയാൽ ഫുള്ള് പച്ച വിരിച്ച പോലെ ഉണ്ടായിരുന്നു. ഫുള്ള് ഒരു ഫോറസ്റ്റിനുള്ളിൽ കൂടെ നമ്മൾ പോകണ പോലത്തെ ഒരു ഫീലാണ് കേട്ടോ. ഞങ്ങൾക്ക് എന്തായാലും കേബിൾ കാർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര വർത്തായിട്ട് തോന്നിയിട്ടു. നമ്മൾ കൊടുത്ത പൈസയ്ക്ക് വർത്തായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ നിർത്തി തരും കേട്ടോ അവർ. എന്നിട്ട് മുകളിൽ പോയി നമുക്ക് ഫോട്ടോസൊക്കെ എടുത്തിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അടുത്ത കേബിൾ കാറിൽ കയറി താഴേക്ക് വരികയാണ് ചെയ്യുക. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ഫോട്ടോസ് എടുക്കാൻ പറ്റി. നന്നായിട്ട് വ്യൂ ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റി കേട്ടോ. ശരിക്കും ഞങ്ങൾക്ക് ഫീൽ ചെയ്തെന്താ വെച്ചാൽ, മുകളിലേക്ക് കയറുമ്പം ഒരു വേറെ ടൈപ്പ് ഓഫ് വ്യൂ ആയിരുന്നു, താഴേക്ക് ഇറങ്ങുമ്പം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യൂ ആയിരുന്നു. നമുക്കിങ്ങനെ ബോറടിച്ച പോലെ തോന്നിയില്ല. അതായത് മുകളിലേക്കും താഴേക്കും ഡിഫറെൻ്റ് ആയിട്ട് കാണാനുള്ള പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളൊരു ക്യാപ്പച്ചിനോ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് നേരെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ്. ഇതാണ് നമ്മളെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഇത് വന്നിട്ടൊരു ലേക്കാണ് കേട്ടോ. ഞങ്ങൾ വന്നതിൽ വെച്ച് ഏറ്റവും റഷ് കണ്ടിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു ലേക്ക്. കാരണം ഇവിടെ സ്റ്റുഡൻസ് ഡേയും കൂടി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കുട്ടികളെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് നമ്മൾ തിരിച്ച് റൂമിലേക്ക് എത്താൻ ഏകദേശം 5 മണിക്കൂറോളം ഉണ്ടായിരുന്നു. നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.